TVK അധ്യക്ഷൻ വിജയുടെ റാലിയിൽ വീണ്ടും മരണം. സേലത്തെ TVK റാലിയിൽ പങ്കെടുത്ത ഒരാൾ മരിച്ചു. സജു ചാമക്കാലായിൽ വിശദാംശങ്ങളുമായി. സജു, സെപ്റ്റംബറിൽ നടന്ന ഒരു അപകടം, അതിന്റെ ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വെള്ളം ലഭിക്കാതെ മരിച്ചു എന്നതാണോ? അനുജ, തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർജ്ജലീകരണം ഉണ്ടായതിനെ തുടർന്ന് ഇയാൾ ബോധരഹിതനായി വീഴുകയും തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്ന വഴിയിലാണ് ഇയാൾ മരിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സേലം സ്വദേശി സൂരജ്, 37 വയസ്സുള്ള സൂരജാണ് മരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾക്ക് ഹൃദയ സംബന്ധമായ രോഗമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് 3 മണിക്കൂറോളം ഇയാൾ വെയിലത്ത് വിജയെ കാത്തു നിൽക്കുകയായിരുന്നു. വലിയ തിക്കും തിരക്കുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂറോളം വെയിലത്ത് നിന്നതിന്റെ ബുദ്ധിമുട്ടാകാം മരണകാരണത്തിലേക്ക് വഴിവെച്ചെന്നുള്ള പ്രാഥമിക നിഗമനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതിനും സ്ഥിരീകരിക്കാനാവുന്ന വാർത്തകളായിട്ട് വന്നിട്ടില്ല. അതായത് രാവിലെ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, പ്രത്യേകിച്ച് വിജയെ കാണാനായി 5000-ലധികം വരുന്ന ജനങ്ങൾ ഇവിടേക്ക് എത്തുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. പ്രത്യേകിച്ച് 12 മണിയോട് കൂടിയാണ് വിജയ് ഈ സേലം എത്തുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അതായത് ഇന്നത്തെ പരിപാടി നടക്കുന്ന സേലത്തേക്ക് വിജയ് എത്തിയത്. അതിന് പിന്നാലെ വിജയുടെ വലിയ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇത്തരമൊരു സംഭവത്തിന്റെ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സേലം സ്വദേശി 37 വയസ്സുള്ള സൂരജാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് റിപ്പോർട്ട് ചെയ്യാനാവുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.